കേരളത്തിലെ വലിയ ഒരു അന്വേഷണ വിഭാഗമാണ് ഇഡിയുടെ മുമ്പിൽ ഒരു CS-കാരന് പോയി ഇരിക്കാൻ പറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളവിടെ കമ്പനീനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിക്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റ് ഉള്ള കമ്പനി സെക്രട്ടറിക്ക് പോവാം. അതിനുള്ള പവർ നമ്മുടെ കമ്പനി സെക്രട്ടറിയിലുണ്ട്. എയർ അതോറിറ്റിന്റെ മുന്നിലുള്ള അതൊരു പവറാണ്. ഉദാഹരണത്തിന് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ബാക്കി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ആണെങ്കിലും അവിടെ സൈനിങ് അതോറിറ്റി ആയിട്ട് ആരാണ് വരുന്നത്? CS ആണ് വരുന്നത്. അപ്പോൾ അവർ മീറ്റിംഗ് ആണെങ്കിലും അവർ എല്ലാ കാര്യങ്ങൾക്കും CS അവിടെ പ്രാധാന്യം വരുന്നതല്ല. അപ്പോൾ അത്രയും ഒരു ടോപ്പ് ലെവലിലേക്കാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അയാൾ ഇപ്പോൾ CS ക്വാളിഫൈ ചെയ്യുന്നതോടെ എത്തുന്നത്. അതായത് നമ്മുടെ വോയിസിനുള്ള പവറാണ്. ഇപ്പം ഇന്നിപ്പോൾ ഒരു ബിസിനസ് നമ്മളോട് ഇന്നത് ചെയ്യട്ടെ മാം എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ യെസ് അത് ചെയ്യൂ, അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, നിങ്ങളത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു, എഗെയിൻസ്റ്റ് ദ ലോ ആണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പറഞ്ഞു കൊടുക്കുന്നത് അവർ റെസ്പെക്ട് ചെയ്യും. അതാ പ്രൊഫഷന്റെ പവറാണ്. സ്റ്റുഡന്റ് ആയിരിക്കുന്നവരൊന്നും പെട്ടെന്ന് പാസ്സായി കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു ഷിഫ്റ്റ് വരുന്നത്. ആൻഡ് ഓൾസോ നെവർ തിങ്ക് ദാറ്റ് CS is only for company law. കമ്പനി മാത്രമല്ല, ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് കമ്പനിയിലോ മാത്രമല്ല, എനി ലീഗൽ കംപ്ലയൻസ് ഇസ് ഡൺ ബൈ ദ കമ്പനി സെക്രട്ടറി. ലീഗൽ വേൾഡിലേക്കുള്ള ഫുൾ എൻട്രി ആണ് ഈ CS എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നത്.